ഇൻട്രോവേർട്ടിൽ നിന്ന് എക്സ്ട്രോവേർട്ടിലോട്ട് മാറാൻ 3 ടെക്നീക്കുണ്ട്. അതിനകത്ത് ഒന്നാമത് പാരഡോക്സ് എക്സ്പോഷർ ടെക്നീക്ക് എന്ന് പറഞ്ഞൊരു ടെക്നീക്കുണ്ട്. മീൻസ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ഹെസിറ്റേഷൻ, ഒരു പേടിയൊക്കെ വരുന്നത്. പക്ഷേ നമ്മൾ ചുമ്മാ ചില്ലായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തൊക്കെ ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ നമുക്കൊരു ആങ്സൈറ്റി ഹിറ്റ് വരും. പക്ഷേ പയ്യെ ആങ്സൈറ്റി ഹിറ്റ് കുറഞ്ഞൊരു ലോ ലെവലിലെത്തും. അതിന് ശേഷം പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട സമയത്ത് നമുക്ക് ചോദിക്കാനും വലിയ മടിയൊന്നും കാണത്തില്ല. ഓക്കെ. നമ്പർ 2, മിറർ ന്യൂറോൺ ഹൈജാക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മീൻസ് നമ്മൾ ഈ എക്സ്ട്രോവേർഷൻ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസിൽ ഇൻവോൾവ് ആയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റാൻഡപ്പ് കോമഡി, കൺസേർട്ടുകൾ, അവിടെ ചുമ്മാ നിന്നാലും മതി. ആ ഒരു എനർജി ഫ്ലോ കൂടുതൽ സമയം നമ്മൾക്ക് എക്സ്പോഷർ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പയ്യെ എക്സ്ട്രോവേർഷനിലോട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. ബ്രെയിൻ മിമിക്സ് യുവർ സറൗണ്ടിങ്സ്. പിന്നെ സബ് കോൺഷ്യസ് വോയിസ് ലൂപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. മീൻസ് നമ്മുടെ വോയിസിനെ കാട്ടി നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേറെ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ കോൺഫിഡൻസ് അഭിനയിച്ചിട്ടാണെങ്കിലും കുറച്ച് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ്, നമ്മൾ എക്സ്ട്രോവേർട്ടാണ് എന്നുള്ളൊരു പാറ്റേണിലേക്ക് നിൻ്റെ തോട്ട് പ്രോസസ്സ് തനിയെ പോവും. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്.